പാലും ബ്രെഡും മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കടയിലേക്ക് കയറുന്നത്. അതല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലായിരിക്കും ആ സമയത്ത്. പക്ഷേ പതുക്കെ ചോക്ലേറ്റ്സിലേക്കും ചിപ്സിലേക്കും പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിലേക്കൊക്കെ നമ്മൾ പോകും. അങ്ങനെ നോക്കുമ്പോൾ ബില്ല് വളരെ അധികമായിട്ട് വരും. നമ്മളത് വാങ്ങിക്കേണ്ടിയും വരും. ഇതിന് ഇമ്പൾസീവ് ഷോപ്പിംഗ് എന്നാ പറയുക. നമ്മുടെ പലപ്പോഴും ബഡ്ജറ്റ് തകരാറിലാക്കണത് ഒരു ചെറിയൊരു കാര്യം ഇതായിരിക്കാം. ചെറുതാണെങ്കിലും വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ഇക്കോണമി, നമ്മുടെ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ ഇത് വരുത്തുക. അപ്പോൾ 2 ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണത് ലിസ്റ്റ് ഉണ്ടാക്കി പോവുക ഷോപ്പിങ്ങിന് പോകുമ്പോൾ. അത് ക്ലിയർ ആയിട്ട് റിട്ടൺ ആയിട്ടുള്ള ലിസ്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ നോട്ടായിട്ട് ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഈ ലിസ്റ്റ് പ്രകാരം മാത്രമേ ഷോപ്പിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനം അത്യാവശ്യമാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് പോവുക. വിശന്ന് പോകുമ്പോൾ നമുക്ക് പല ഇമ്പൾസീവ് ഡിസിഷൻസ് നമ്മൾ എടുക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് അത് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് അറിയിക്കണം.